നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഞാൻ എന്തിനാണ് പ്രസംഗിക്കുന്നത്? യേശു എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്? എൻ്റെ ജീവിതത്തിൽ 1990 ജൂലൈ മാസം 22 എന്ന പകൽ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ഒരു പാവിയായ മനുഷ്യനായി, സമാധാനമില്ലാത്ത വ്യക്തിത്വമായി ബാംഗ്ലൂർ പട്ടണത്തിൽ ഞാൻ ചെന്നു. ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ യാദൃശ്യമായി പങ്കെടുത്തു. അന്ന് ആ കൂട്ടായ്മയിൽ ഒരു ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയാനിടയായി. അന്ന് ഞാൻ കേട്ടതായ ഒരു ശബ്ദമുണ്ട്: ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശു ഞാനാകുന്നു. നീ എന്നെ ദൈവമായിട്ട് അംഗീകരിച്ചാൽ നിന്റെ വിഷയത്തിന് ഞാൻ പരിഹാരം തരുമെന്ന ഒരു ശബ്ദത്തിന് മുൻപാകെയാണ് ഞാൻ സമർപ്പിക്കപ്പെടുവാനിടയായത്. ഞാൻ യേശുവിനെ ഇഷ്ടപ്പെട്ട ഒരാളല്ല. യേശുവിൻ്റെ മാർഗം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട സ്ഥാനത്ത് ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുൻപോട്ട് പോകുമെന്നറിയാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ട് നിരാശയോടുകൂടെ ജീവിതം അവസാനിക്കുവാൻ തീരുമാനിച്ച ആ സമയത്താണ് ഒരു കച്ചിത്തുരുമ്പ് പോലെ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഞാൻ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ, മാതാപിതാക്കന്മാരോട് ആലോചന ചോദിക്കാതെ ആ വചനത്തിന് മുൻപാകെ എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി. ഒരിക്കലും എനിക്ക് ആ രംഗം മറക്കുവാൻ കഴിയത്തില്ല. പാപിയായ ഒരു മനുഷ്യനായി ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ യേശു എൻ്റെ അകത്തേക്ക് വന്ന് ദൈവത്തിൻ്റെ ആത്മാവിനിൽ ഇടപെട്ട്, നിന്റെ പാപങ്ങൾ എത്ര കഠിൻചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും എന്ന യെശയ്യാവ് 1:18 പറയുന്ന വചനം സമർപ്പിക്കപ്പെട്ട ആ നിമിഷം തന്നെ യേശുക്രിസ്തു എൻ്റെ സകല പാപത്തെയും ക്ഷമിച്ച് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു. അന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക സമാധാനം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ അനുഭവിച്ചു. കർത്താവിൽ പ്രിയരെ, ഇതെൻ്റെ അനുഭവമാണ്. ഇത് ഞാൻ തൊട്ട് അറിഞ്ഞതാണ്, ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതല്ല. പിന്നെയോ എനിക്ക് സ്വയം തോന്നി, എനിക്ക് മനസ്സിലായി, യേശുവാണ് രക്ഷകൻ, യേശുവാണ് പാപത്തിന് പരിഹാരകൻ, യേശുവാണ് സമാധാനത്തിൻ്റെ ദൈവം. ആ മാത്രമേ തന്നെ എൻ്റെ ജീവിതത്തിന് വലിയ വ്യത്യാസമുണ്ടായി. ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം എന്നെ മാറ്റുവാൻ ഇടയായിത്തീർന്നു.